നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജീവിന്റെ രക്തത്തിൽ പിറന്ന ദിയമോളെ വേണ്ടേ? വേണം. അതിനുവേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചതാ, പക്ഷെ നടന്നില്ല. നടക്കും, നടത്തിത്തരാം ഈ കുറിപ്പ്. അമ്മ ക്ഷമിച്ചോന്ന് പറയാതെ ഞാൻ വിടില്ല. എന്റെ കുടുംബം തകർത്തിട്ട് അമ്പലത്തിൽ അനുഗ്രഹം തേടി വന്നിരിക്കുന്നു. എന്റെ വീട്ടിലേക്ക് തെരുവിൽ എച്ചില് നിന്ന് നടന്നൊരു പട്ടി അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാലാളെ കുട്ടി ഞാനതിനെ തല്ലിക്കൊല്ലണോ അതോ നിങ്ങൾ വിളിച്ചിറക്കൊണ്ട് പോവോ? അച്ഛ, എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? മാറിക്കടങ്ങോട്ട്. അമ്പലമാണെന്നും ഞാൻ നോക്കില്ല. എന്റെ മോളവിടെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. ഈ നിങ്ങളുടെ മകൻ താലി കെട്ടിക്കൊണ്ടു വന്നതാ. താലി കെട്ടു? അതെ, നിങ്ങളുടെ വീട്ടുകാർക്ക് ഗാന്ധർവ വിവാഹം ചെയ്ത് കളിക്കാറുള്ളതല്ല എന്റെ മക്കള്. ഞാനുണ്ടാക്കി വച്ചിരിക്കുന്ന സമ്പത്ത് നിങ്ങളുടെ ദരിദ്രവാസികളായ മക്കൾക്ക് അനുഭവിക്കാനുള്ളതല്ല. എന്റെ സ്വത്ത് സ്വപ്നം കണ്ടിട്ടാണ് നിങ്ങളുടെ മകളെ മോഹിനി വേഷം കെട്ടി എന്റെ മോനെ മയക്കാൻ അയച്ചതെങ്കിൽ അത് വെറുതെയാ. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാനും എന്റെ മാധവേട്ടനും മക്കളെ പഠിപ്പിച്ചു വിട്ടതൊന്നും അല്ല. ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കിയ നിങ്ങളുടെ വീട്ടിലെ സമ്പത്ത് കണ്ടു ഭ്രമിക്കാൻ ചന്ദ്രിക പട്ടിണി കിടന്ന് വളർന്നതൊന്നും അല്ല. എന്റെ മാധവേട്ടന്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി ഒരു രാത്രി കൊണ്ട് എണ്ണി തീർക്കാനാവാത്ത കോടികളുടെ വിലയുള്ള പത്തായിപ്പുരയുള്ള എന്റെ കോവിലകം ഉപേക്ഷിച്ച് വന്നവളെ ഈ ചന്ദ്രിക. കൊള്ളാ, തമ്പുരാട്ടി പഴങ്കഥയുടെ കെട്ടഴിച്ചല്ലോ. സന്തോഷം. തള്ളവേലി ചാടിയാൽ പിള്ള മതിലി ചാടും. അച്ഛ, ഇതെന്റെ ഭാര്യയുടെ അമ്മയാ. ആ മര്യാദ അച്ഛൻ ചന്ദ്രയമ്മയോട് കാണിക്കണം. അവന്റെ ഒരു അമ്മായിയമ്മ. അതെ, അമ്പലമായി പോയി. അല്ലെങ്കിൽ ഞാൻ ചവിട്ടി കൊന്നനെ ഈ നെറികെട്ടവളെ. അച്ഛൻ വന്ന കാര്യം ചെയ്യാൻ നോക്ക്. ഒരു കാര്യം ഓർമ്മിച്ചോ, ഇപ്പൊ അച്ഛന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയേനെ ഞാൻ. ഇപ്പോ എന്നോട് പറഞ്ഞത് എനിക്ക് പിറന്നവനല്ലായിരുന്നെങ്കിൽ നീ മനസ്സിൽ കാണുമ്പോ നിനക്ക് കുഴിവെട്ടി തുടങ്ങിയേനെ ഞാൻ. ആ ശാപം പിടിച്ച വന്ദനെ നീ തലയിൽ കയറ്റി നടക്കുന്നതിന്റെ ഫലം നീ ഓരോന്നോരോന്നായിട്ട് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ശരി, ഞാൻ അനുഭവിച്ചോളാം. എല്ലാത്തിനും ഞാൻ ക്ഷമയോദിക്കുക. ഞാൻ അച്ഛനും അമ്മയ്ക്കും വിഷുക്കൂടി തരാൻ വന്നതാ. എനിക്കൊന്നും വേണ്ട. സ്വാമിജി പറഞ്ഞത് ശരിയാ. പുറത്തെന്തോ അപകടമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. എന്താ അപകടം?
ഹലോ സാഗറെ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുക. ആട്ടി ഓടിക്കാൻ നോക്കിയവളിപ്പോ എന്റെ വീട്ടിലെ വിരുന്നുകാരിയാ. ഏടോ, എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. ഇത് സാഗറല്ല, രാഖിയ. സാഗർ പുറത്തേക്ക് പോയിരിക്കുക, ഫോൺ എടുക്കാൻ മറന്നു. അതേതായാലും നന്നായി. എനിക്ക് രാഖിയോട് സംസാരിക്കണമെന്ന് പറയാനാ ഞാൻ സാഗറിനെ വിളിച്ചത്. സാറ് കാര്യം പറ. യുദ്ധത്തിനിറങ്ങുമ്പോ മൂർച്ചയുള്ള ആയുധം കയ്യിലെടുക്കുന്നതാ നല്ലത്. വന്ദനെ നശിപ്പിക്കുന്ന കാര്യമാവുമ്പോ നീ എന്ന ആയുധത്തിനാണ് മൂർച്ച കൂടുതൽ. സാഹിത്യം പറയാതെ സാറ് കാര്യം പറ. രാഖിക്ക് രാജീവിന്റെ രക്തത്തിൽ പിറന്ന ദിയമോളെ വേണ്ടേ? വേണം. ആ, അതിനുവേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചതാ, പക്ഷെ നടന്നില്ല. നടക്കും, നടത്തിത്തരാം ഈ കുറിപ്പ്. എങ്ങനെ? അതെ, ഫോണിലൂടെ ചർച്ച വേണ്ട. നമ്മൾ എത്രയും പെട്ടെന്ന് നേരിട്ട് കാണുന്നു. തൽക്കാലം ഈ കാര്യം സാഗർ അറിയണമെന്നില്ല. ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഈ ഫോണിലേക്ക് രാഖിയുടെ നമ്പർ ഒന്ന് അയച്ചു. സ്ഥലവും സമയവും ഞാൻ പറയാം. അപ്പോ നേരിട്ട് കാണാം. ഓക്കെ. ശരി സാർ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് അമ്മ അച്ഛനോട് പറയണം. എന്താ ഉണ്ടായേ? എന്താ പറ്റിയത്? വന്ദനയുടെ അച്ഛനും അമ്മയും അപമാനിക്കുന്നത് അച്ഛനൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അത് നിർത്തിയില്ലെങ്കിൽ ചിലപ്പോ കാര്യങ്ങൾ വഷളായെന്ന് വരും. എന്താ മോനെ, എന്താണ് സംഭവിച്ചതെന്ന് നീ ഒന്ന് തെളിച്ചു പറ. ഇന്ന് അമ്പലത്തിന് പുറത്ത് വെച്ച് ചന്ദ്രിക അമ്മയെ അച്ഛൻ ആക്ഷേപിച്ച് സംസാരിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.